പൂജാ ബമ്പർ നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനത്തിന്റെ ഭാഗ്യശാലി അതാര് എന്നുള്ള ചോദ്യം ഇപ്പോഴുമുണ്ട്. കാണാമറയത്ത് തന്നെയാണ് ആ ഭാഗ്യശാലി ഉള്ളത്. JC 32 55 26 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 12 കോടി ഒന്നാം സമ്മാനം നേടിയതാര് എന്നുള്ള ചോദ്യം, അതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സബ് ഏജന്റ് ദിനേശ് കുമാറാണ് ടിക്കറ്റ് കൊല്ലത്ത് നിന്ന് എടുത്തത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ ടിക്കറ്റ് വിറ്റ കട ഏതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്, പക്ഷേ ഭാഗ്യശാലി ഇപ്പോഴും കാണാമറയത്താണ്. ഇനി ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അന്വേഷണം എങ്ങനെ? രജിത്ത്, അന്വേഷണം തകൃതിയായി നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ ടിക്കറ്റ് ഒന്നാം സമ്മാന ജേതാവ് അയാൾ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ചില നറുക്കെടുപ്പുകളായി അത്തരത്തിൽ ചില ഈ ഒന്നാം സമ്മാന ജേതാക്കളൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിലോ പൊതുസമൂഹത്തിന് മുൻപിലോ വരാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആ ടിക്കറ്റ് വിറ്റത് ഏത് കടയിൽ നിന്ന്, അതിൻ്റെ യാത്ര, ആ ടിക്കറ്റിൻ്റെ യാത്രാ വഴിയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ടിക്കറ്റിൻ്റെ യാത്ര തുടങ്ങുന്നത് ലോട്ടറി ഭവനിൽ നിന്നും അച്ചടിച്ച ഈ ലോട്ടറി കായംകുളത്തേക്ക് പോയി. കായംകുളത്തെ സബ് ഓഫീസിൽ നിന്നും അവിടെയുള്ള ഒരു ഏജന്റ് കച്ചവടത്തിനായി എടുത്ത ശേഷം ആ ടിക്കറ്റാണ് കൊല്ലത്തേക്ക് എത്തുന്നത്. കൊല്ലത്ത് നിന്നാണ് ഏതോ ഒരു ഭാഗ്യശാലിയുടെ കയ്യിലേക്ക് ആ ടിക്കറ്റ് പോയിരിക്കുന്നത്. എന്തായാലും ഒന്നാം സമ്മാനം JC 32 55 26 എന്ന ടിക്കറ്റിനാണ്. എന്തായാലും ആ ഭാഗ്യശാലി ഇതിനോടകം തന്നെ ആ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ആ നമ്പർ നമുക്ക് പറയാം. JC 32 55 26 എന്നുള്ളതാണ് നിലവിലെ ആ ലോട്ടറിയുടെ ടിക്കറ്റിൻ്റെ നമ്പർ. ഒപ്പം ഇതേ നമ്പറിലെ തന്നെ ബാക്കി 4 സീരീസിനും 5 സീരീസുകളാണ് ഇത്തവണ പൂജാ ബമ്പറിന് അടിച്ചിരുന്നത്. അതിലെ ബാക്കി 4 സീരീസിനും സമാശ്വാസ സമ്മാനമുണ്ട്. ഓരോ ലക്ഷം രൂപയാണ് ഈ സമാശ്വാസ സമ്മാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 5 പേർക്കാണ്. അത് ഓരോ സീരീസിലെ ആളുകൾക്കാണ്. അതിൽ ഒന്നാമത്തേത് JA സീരീസിൽ 37 87 49 എന്ന സീരീസിലെ നമ്പറിനാണ് രണ്ടാം സമ്മാനമുള്ളത്. JB സീരീസിൽ 93 95 47 JC സീരീസിൽ 61 66 13 ആണ് രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത്. JD സീരീസിൽ JD 21 10 04 JE സീരീസിൽ JE 58 44 18 എന്നിങ്ങനെയാണ് സമ്മാനം. ഒപ്പം തന്നെ മൂന്നാം സമ്മാനം ഓരോ സീരീസിനും സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ആ കടയ്ക്ക് മുമ്പിൽ നിന്ന്, ആ കടയിൽ നിന്ന് നമുക്കൊപ്പം MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഇനിയിപ്പോൾ നമുക്കറിയാം, അത് ഒരുപാട് പേർ വന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ്. ഈ നമ്പർ കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ആ ആളെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ്. അതിൻ്റെ അന്വേഷണം ഈ ലോട്ടറി കടക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അവരെന്താണ് പറയുന്നത് പ്രതീഷ്? റിജിത്ത്, ആ ഭാഗ്യശാലിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എല്ലാവരും ആ ഭാഗ്യശാലി ലോട്ടറി കടയിൽ എത്തുമെന്നുള്ള ഒരു കാത്തിരിപ്പിലാണ്. ആ വരവിലേക്ക് വേണ്ടിയാണ് ഈ ലോട്ടറി ഉടമയും ഒപ്പം മാധ്യമപ്രവർത്തകരും അടക്കം കാത്തിരിക്കുന്നത്. 12 കോടി അടിച്ച പൂജാ ബമ്പർ, ആ ഭാഗ്യശാലി ആര് എന്നതാണ്. ഈ കൊല്ലത്തെ ഈ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജയകുമാർ ലോട്ടറി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് പൂജാ ബമ്പറിന്റെ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഈ ഭാഗ്യശാലിയെ തിരിച്ചറിഞ്ഞു? എന്തെങ്കിലും സൂചനകളുണ്ടോ? ചേട്ടാ, ഭാഗ്യശാലിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ദിനേശ് കുമാർ എന്ന് പറയുന്ന ഒരു ഏജന്റാണ്. അയാൾ 22/10/2024 എടുത്തതാണ്. 10 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഈ ഓണം ബമ്പറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ബമ്പർ പൂജാ ബമ്പറുകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ബമ്പറുകൾ ഭാഗ്യാന്വേഷികൾ അല്ലെ ഏജന്റുമാര് ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചു വന്ന് 10 ടിക്കറ്റ് 50 ടിക്കറ്റ് എടുത്തോണ്ട് പോകും. അപ്പൊ ഈ കൊല്ലം ജില്ലക്കാരനാണോ എന്ന് പോലും നമുക്കറിയാൻ വയ്യ. സാധാരണ രീതിയിൽ നമുക്ക് ഈ ഡെയിലി ടിക്കറ്റുകൾ, കേരള ഗവൺമെന്റിന്റെ 7 പ്രതിവാര ടിക്കറ്റുകളുണ്ട്. ആ ടിക്കറ്റുകൾ എടുക്കുന്ന ആളുകളെ നമുക്ക് വളരെ രീതിയിൽ അഡ്രസ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഞങ്ങളുടെ ഡെയിലി കസ്റ്റമറാണ്. ഇത് അങ്ങനെയുള്ള ഒരാളല്ല വന്നിരിക്കുന്നത്. ബമ്പർ ഭാഗ്യത്തെ എങ്ങനെ കാണുന്നു? ബമ്പർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു മഹത്വം ഉണ്ടല്ലോ. ആ വളരെ വലിയ ഇത് 12 കോടി വിൽക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബമ്പർ നറുക്കെടുപ്പിന്റെ BR 100ാമത് നറുക്കെടുപ്പാണ്. അപ്പൊ അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ജഗദീശ്വരനോട് തീർത്താ തീരാത്ത കരപ്പൊക്കെ. സസ്പെൻസ് ഉടനെ പൊളിയണം. പൊളിഞ്ഞാലല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ പുറത്ത് സംശയം വരും. അപ്പൊ അതുകൊണ്ട്
പരമാവധി എത്രയും പെട്ടെന്ന് കസ്റ്റമർ വരാൻ വേണ്ടി ഞങ്ങളും കാത്തിരിപ്പിലാണ്. ഉടനെ തന്നെ അത് മാറും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരത്തെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരുന്നു, മധുര വിതരണമൊക്കെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും സന്തോഷങ്ങൾ എപ്പോഴും പങ്കിടേണ്ടതാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇനിയും അത് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് 10-60 ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ബ്രാഞ്ചുകളിലും ഈ സന്തോഷ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷ മുഹൂർത്തമാണ്. ഈ പൂജാ ബമ്പറിന്റെ ഈ ബമ്പർ ആ ഭാഗ്യം ഈ കൊല്ലത്തെ ഈ ലോട്ടറി കടയിൽ അടിച്ച ആ ഒരു നിമിഷത്തിൽ തന്നെ ഇവിടെ വലിയ ആഘോഷം തുടങ്ങിയിരുന്നു. മധുര വിതരണം അടക്കം നടന്നിരുന്നു. ഈ വഴി പോകുന്ന എല്ലാവർക്കും മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് അവർ ആ സന്തോഷം പ്രകടിപ്പിച്ചത്. ഇവർ പറയുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡിനോട് സമീപത്തെ ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരും ഈ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സബ് ഏജന്റ് ദിനേഷ് കുമാറാണ് ഈ ഭാഗ്യം വന്ന ആ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ടുള്ളത്. കായംകുളം ലോട്ടറി ഓഫീസിൽ നിന്നാണ് ആ ടിക്കറ്റ് ഈ കൊല്ലത്തെ ഈ ലോട്ടറി കടയിലേക്ക് കൊണ്ടുവരുന്നതും സബ് ഏജന്റായ ദിനേഷ് കുമാർ ഇവിടെ നിന്ന് എടുത്ത് പോയതും. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയാ, ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റ കടയ്ക്ക് മുമ്പിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ അടക്കം ലഭ്യമാക്കിക്കൊണ്ട് MG പ്രതീഷ് വിവരങ്ങൾ കൈമാറുകയായിരുന്നു. പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം JC 325526 എന്ന നമ്പറിനാണ്. 12 കോടിയാണ്. നമുക്കറിയാം 12 കോടിയാണ് ഒന്നാം സമ്മാനം. അത് കിട്ടിയ ഭാഗ്യശാലി ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ് അദ്ദേഹം. സ്വമേധയാ വിളിച്ചെത്ത് വരുമോ അതോ ആരെങ്കിലും അന്വേഷിച്ച് അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം.